നമസ്കാരം. നക്ഷത്രഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മേടം രാശി അശ്വതി, ഭരണി, കാർത്തിക, കാല് ഈ നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായിട്ട് വലിയ നേട്ടങ്ങളെല്ലാം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവ് ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. നിലവിലെ ജോലിയിൽ സ്ഥാനക്കയറ്റവും സാമ്പത്തിക നേട്ടവും എല്ലാം കൈവരിക്കാൻ സാധിക്കുന്ന, കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കാനും പ്രൊമോഷനൊക്കെ ലഭിക്കാനും സാധ്യതയുള്ളൊരു ദിവസമായിട്ട് തന്നെ കണക്കാക്കാം. ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനെല്ലാം ഇന്നത്തെ ദിവസം നല്ലതാണ്. സ്വന്തമായിട്ട് എന്തെങ്കിലും സംരംഭങ്ങളൊക്കെ തുടങ്ങണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഇന്നത്തെ ദിവസം വളരെയധികം ഗുണകരമാണ്. ഇടവൻ രാശി കാർത്തിക, മുക്കാല്, രോഹിണി, മകേരമര ഈ നക്ഷത്രക്കാർക്ക് ഭാഗ്യമുള്ളൊരു ദിവസമാണ്. ഭാഗ്യം കൊണ്ട് പല നേട്ടങ്ങളും കൈവരിക്കാൻ സാധിക്കും. സഹോദര സഹായം ലഭിക്കാനെല്ലാം യോഗം കാണുന്നുണ്ട്. പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കാനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും തീർത്ഥയാത്ര നടത്താനൊക്കെ യോഗമുള്ളൊരു സമയമാണ്. അനാവശ്യ ചിലവുകളെല്ലാം വന്നു ചേരാനുള്ള യോഗം കാണുന്നുണ്ട്. വരവിൽ അധികമായിട്ടുള്ള ചിലവുകളൊക്കെ ഉണ്ടാകുന്നൊരു കാലമാണ്. തൊഴിൽ മേഖലയിൽ പലവിധ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുന്ന ഒരു കാലമാണ്. എന്നാൽ ഇന്നത്തെ ദിവസം പൊതുവെ എല്ലാ കാര്യത്തിനും സമാധാനവും സുഖവും ഒക്കെ ലഭിക്കുന്നൊരു സമയമാണ്. കുടുംബജീവിതം സന്തോഷകരവും ഊഷ്മളവുമായി മാറാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. മിഥുന രാശി മകേര, തിരുവാതിര, പുണർദം, മുക്കാൽ ഈ രാശിക്കാർക്ക് ഈശ്വരാധീനമുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്നൊരു കാലമാണ്. ഭാഗ്യവും ദൈവാധീനവും അനുകൂലമായിട്ടുള്ള കാലമായതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും നേരിടേണ്ടി വരാനുള്ള സാധ്യതയില്ല. എന്നാൽ ഇന്നത്തെ ദിവസം അത്ര നല്ലതല്ല. ചന്ദ്രൻ അഷ്ടമത്തിൽ നിൽക്കുന്ന ദിവസം അഷ്ടമരാശിക്കൂറാണ്. ആ ദിവസം പുതിയ കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല. സാമ്പത്തിക ക്ലേശങ്ങളുണ്ടാവാനും അപകടങ്ങളുണ്ടാവാനൊക്കെ സാധ്യതയുള്ളൊരു സമയമാണ്. അതുകൊണ്ട് റിസ്ക്കുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. യാത്രകളൊക്കെ കഴിവതും ഒഴിവാക്കാനും നോക്കുക. പണമിടപാടുകളിലൊക്കെ നഷ്ടം വരാനുള്ള സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങളിൽ യാത്രാവേളയിൽ അധികമായിട്ട് പണം കൈവശം കൊണ്ടു നടക്കാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കർക്കിടക രാശി പുണർദം, കാല്, പൂയം, ആയില്യം നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം ഗുണകരമാണ്. പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കാൻ സാധിക്കും. പങ്കാളിയെ കൊണ്ട് നേട്ടങ്ങൾ കൈവരിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. പാർട്ട്ണർഷിപ്പ് ബിസിനസ് എല്ലാം ലാഭകരമായിട്ട് മാറുന്ന ഒരു കാലമാണ്. പുതിയ പ്രണയബന്ധങ്ങൾ ഉണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട്. അവിവാഹിതരുടെ വിവാഹ കാര്യത്തിൽ തീരുമാനമാകാനും സാധ്യതയുള്ളൊരു സമയമാണ്. കുടുംബജീവിതം സമാധാനം നിറഞ്ഞതായിരിക്കും. ബന്ധുക്കളെയും സുഹൃത്തുക്കളെ കൊണ്ട് പല നേട്ടങ്ങളും കൈവരിക്കാൻ സാധിക്കും. ഏർപ്പെടുന്ന കാര്യങ്ങളെല്ലാം വിജയിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. ചിങ്ങൻ രാശി മകം, പൂരം, ഉത്രത്തിൽ, കാല് ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളെല്ലാം പ്രതീക്ഷിക്കാം. ദൈവാധീനം ഈശ്വരാധീനമൊക്കെ ഉള്ള ഒരു സമയമാണ്. വ്യാഴം 9 സഞ്ചരിക്കുന്ന കാലം ഏറ്റവും അനുകൂലമായിട്ട് വ്യാഴത്തിൻ്റെ ഗുണങ്ങൾ കിട്ടുന്നൊരു സമയമാണ്. പല കാര്യങ്ങളും ഏറ്റവും അനുകൂലമായിട്ട് നടക്കുന്നൊരു സമയമാണ്. ഈശ്വരാധീനമുള്ളൊരു സമയം. അത്തരം കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ചിങ്ങം രാശിക്കാർക്ക് പക്ഷേ കണ്ടകശനി നടക്കുന്നുണ്ട്. അതിന് വ്യാഴത്തിൻ്റെ അനുകൂലമായിട്ടുള്ള സ്ഥിതി ദോഷത്തിന് പരിഹാരമാകുന്നതാണ്. എന്നാൽ വീട്ടിൽ ഇന്ന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനും കലഹങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. കന്നി രാശി ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിരാര ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് ബന്ധുക്കളുടെ സഹായം ലഭിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. സ്ഥാനക്കയറ്റം, സാമ്പത്തിക നേട്ടമൊക്കെ ഉണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട്. ദീർഘകാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് സന്താന ഭാഗ്യത്തിനും അനുകൂലമായിട്ടുള്ളൊരു സമയം തന്നെയാണ്. ആഗ്രഹിക്കുന്ന പോലെ പ്രതീക്ഷിക്കുന്ന പോലെ പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ സാധിക്കും. കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കാനും നിയമന ഉത്തരവ് പ്രതീക്ഷിച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവ് ലഭിക്കാനെല്ലാം സാധ്യത കാണുന്നുണ്ട്. തുലാം രാശി ചിത്തിരാര, ചോതി, വിശാഖം, മുക്കാൽ ഈ നക്ഷത്രക്കാർക്ക് കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യമൊക്കെ നിലനിൽക്കുന്ന ഒരു ദിവസമാണ്. വീട് നിർമ്മാണമായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നവർക്കൊക്കെ ആ കാര്യങ്ങൾ വിജയത്തിലെത്തിക്കാൻ സാധിക്കും. പുതിയ വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനും അനുകൂലമായിട്ടുള്ളൊരു ദിവസമാണ്. പുതിയ ഫ്ലാറ്റ് വാങ്ങാനോ അല്ലെങ്കിൽ താമസം മാറാനോ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സമയമാണ്. പല കാര്യങ്ങളും പ്രതീക്ഷിക്കുന്ന പോലെ ചെയ്തു തീർക്കാൻ സാധിക്കും. തൊഴിൽ രംഗത്തും അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും പ്രതീക്ഷിക്കാം. സൽക്കാരങ്ങളിലും മംഗളകർമ്മങ്ങളിലെല്ലാം പങ്കെടുക്കാനുള്ള യോഗം കാണുന്നുണ്ട്. വൃശ്ചിക രാശി വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് ഉല്ലാസയാത്രക്ക് അനുകൂലമായിട്ടുള്ളൊരു ദിവസമാണ്. ആഡംബരങ്ങൾക്കും മറ്റുമായിട്ട് ധാരാളമായിട്ട് പണം ചിലവഴിക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്.
സൽക്കാരങ്ങളിലും മംഗളകർമ്മങ്ങളിലെല്ലാം പങ്കെടുക്കാനുള്ള യോഗം കാണുന്നുണ്ട്. സഹോദര സഹായം ലഭിക്കാനും യോഗമുള്ളൊരു സമയമാണ്. പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. ഭാഗ്യം കൊണ്ട് ചില കാര്യങ്ങളൊക്കെ നടക്കും. എന്നാൽ ദൈവാധീനം ഇല്ലാത്തതുകൊണ്ട് പല കാര്യങ്ങൾക്കും ഒരുപാട് പ്രാവശ്യം പരിശ്രമിക്കേണ്ടി വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. വിചാരിക്കാത്ത ഇടത്തുനിന്ന് ധാരാളമായിട്ട് പണം കൈവശം വന്നു ചേരാനുള്ള യോഗം കാണുന്നുണ്ട്. ധനുരാശി മൂലം പൂരാടം ഉത്രാടത്തിൽ കാല്. ഈ നക്ഷത്രക്കാർക്ക് പഠനകാര്യങ്ങളിൽ ഉന്നത വിജയം നേടാനും ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നേടിയെടുക്കാനൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ്. ലേഖകന്മാർക്കും സാഹിത്യകാരന്മാർക്കൊക്കെ ബഹുമതികളും അംഗീകാരങ്ങളും അവരുടെ മേഖലയിൽ ശോഭിക്കാനുള്ള അവസരങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. ഭാഗ്യം കൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. ഈശ്വരാധീനമുള്ള ഒരു കാലമാണ്. സ്ഥാനക്കയറ്റം ലഭിക്കാൻ യോഗമുള്ളൊരു സമയമാണ്. 3-ലെ ശനി മുടിവെച്ച് വാഴുമെന്നാണ് പറയുന്നത്. മകരരാശി ഉത്രാടം മുക്കാല് തിരുവോണം അവിട്ടമര. ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് പങ്കാളിയെ കൊണ്ട് വലിയ നേട്ടങ്ങളെല്ലാം ഉണ്ടാകുന്നൊരു ദിവസമാണ്. കുടുംബജീവിതം സന്തോഷം നിറഞ്ഞതായിരിക്കും. പുതിയ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കാനോ അവിവാഹിതരുടെ വിവാഹകാര്യം തീരുമാനിക്കുവാനോ ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമാണ്. ഭാഗ്യം കൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. യാത്രകൾ ഗുണകരമായി മാറും. കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യമൊക്കെ നിലനിൽക്കുന്നതാണ്. കുംഭൻ രാശി അവിട്ടാര ചതയം പൂറ്റാതി മുക്കാൽ. ഈ നക്ഷത്രക്കാർക്ക് തൊഴിൽ മേഖലയിൽ കൂടുതൽ ശോഭിക്കാൻ സാധിക്കും. സൈനിക രംഗത്ത് നിയമരംഗത്ത് എല്ലാം പ്രവർത്തിക്കുന്നവർക്കൊക്കെ നേട്ടങ്ങളും അംഗീകാരങ്ങളും ബഹുമതികളൊക്കെ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. സർക്കാർ ജീവനക്കാർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കാനും വരുമാന വർധനവുണ്ടാവാനൊക്കെ യോഗം കാണുന്നുണ്ട്. അതേസമയം അനാവശ്യ യാത്രകളും ചിലവുകളൊക്കെ അതോടൊപ്പം വന്നു ചേരാനുള്ള സാധ്യതയും മനക്ലേശവും ടെൻഷനും ഉണ്ടാകാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട്. മീനൻ രാശി പൂറ്റാതി കാല് ഉത്രട്ടാതി രേവതി. ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ദീർഘകാലമായിട്ട് കാത്തിരുന്ന പല സന്തോഷ വാർത്തകളും എത്തിച്ചേരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. പ്രതീക്ഷിക്കുന്ന പോലെ പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ സാധിക്കും. ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ഇന്ന് വിജയകരമായിട്ടും ശുഭകരമായിട്ടും മാറാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയൊക്കെ സഹായം ലഭിക്കാനും സാധ്യത കാണുന്നുണ്ട്. ഭാഗ്യം കൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. ഈശ്വരാധീനമുള്ള ഒരു കാലമാണ്. എന്നാൽ 7ര ശനി നടക്കുന്നതുകൊണ്ട് ചില കാര്യങ്ങൾക്കൊക്കെ കാലതാമസം വരാനും ഒന്നിലധികം പ്രാവശ്യം ശ്രമിക്കേണ്ടി വരാനൊക്കെ സാധ്യതയുണ്ട്. ഇതോടെ ഇന്നത്തെ നക്ഷത്രഫലം ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.